ഹെർണിയ അഥവാ കുടലിറക്കം, അതായത് നമ്മളെ ബോഡിയിൽ ഏതെങ്കിലുമൊക്കെ ഭാഗം, വയറിൻ്റെ പുറമെയോ ഏതെങ്കിലുമൊക്കെ ഭാഗം വീക്കായിട്ടുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ അതുവഴി വീക്കായിട്ടുള്ള ഭാഗത്തൂടെ കുടൽ ഇറങ്ങി വരുന്ന ഒരു പ്രോസസ്സിനാണ് ഹെർണിയ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമ്മൾ തുടയിൽ ഇടുക്കിൽ വരുന്ന ഹെർണിയ ആകാം, അതിന് ഇൻഗ്വനൽ ഹെർണിയ എന്ന് പറയും. പൊക്കിളിൻ്റെ അവിടെ വരുന്നതിന് അംബ്ലിക്കൽ ഹെർണിയ എന്നും, അതായത് അല്ല ഏതെങ്കിലും ഒരു സർജറി ചെയ്ത ഭാഗത്ത് ബോഡി വീക്കായി കഴിയുമ്പോൾ അതുവഴി വരുന്നതിന് ഇൻസിഷണൽ ഹെർണിയ എന്നും പറയുന്നു. ഹെർണിയ നമ്മൾ അനായാസം നമ്മൾ ഏർലി സ്റ്റേജിലൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ അനായാസം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാവുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ കീഹോൾ സർജറി നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ആ ഉള്ള ഗ്യാപ്പ് തുന്നി അടയ്ക്കുകയും പിന്നെ അവിടെ ഒരു വലയും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹെർണിയയുടെ പ്രോബ്ലം നമ്മളെ അലട്ടാതെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. എന്നാൽ ഇത് ട്രീറ്റ്മെൻറ്റ് യഥാസമയം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇറങ്ങി വന്ന് കുടൽ അവിടെ കിടന്ന് കുരുങ്ങുകയും കുടലിന് ഡാമേജ് വരികയോ പിന്നെ കുടൽ പഴുത്ത് പൊട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ മേജർ കോംപ്ലിക്കേഷനിലേക്ക് ഇത് പോകാനും അത് കാരണം നമുക്ക് ലൈഫ് തന്നെ റിസ്ക് ആവാവുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലമായി മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതൊരു ഹെർണിയയും എത്രയും പെട്ടെന്ന് ഒരു സർജനെ കാണിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അത് അത്യാവശ്യമാണ്. താങ്ക് യു.